നിങ്ങളുടെ ഇപ്പോഴത്തെ അവസ്ഥ കണ്ട് ആരെങ്കിലും ചിരിച്ചാൽ ശാന്തത പാലിക്കുക. കാലം എല്ലാവർക്കും മറുപടി നൽകും. തീരുമാനങ്ങൾ തെറ്റുന്നതല്ല, തെറ്റായ തീരുമാനങ്ങൾ തിരുത്താതിരിക്കുന്നതാണ് ഏറ്റവും വലിയ തെറ്റ്. നിങ്ങൾ ശരിയാണെങ്കിൽ ചില ആളുകൾ നിങ്ങളെ വെറുക്കും. കാരണം എല്ലാവർക്കും സത്യം സഹിക്കാൻ കഴിയില്ല. ഒരു വ്യക്തി എത്ര സമ്പന്നനാണെങ്കിലും അയാൾക്ക് കഷ്ടപ്പാടുകൾ വിൽക്കാനോ സന്തോഷത്തെ വാങ്ങാനോ കഴിയില്ല. ആളുകൾ നിങ്ങളെ വേദനിപ്പിക്കുന്നത് എന്തിനാണെന്ന് ചോദിക്കരുത്. എന്തിനാണ് നിങ്ങൾ അതിന് അനുവദിക്കുന്നത് എന്ന് സ്വയം ചോദിക്കുക. ഉപേക്ഷിച്ചു പോയവരെ വേണ്ടെന്ന് വയ്ക്കാൻ ധൈര്യം കാണിക്കുക. ഉപേക്ഷിച്ചു കളയാൻ വിലയില്ലാത്ത ഒന്നായി വീണ്ടും പോകാതിരിക്കുക. അപമാനം പലപ്പോഴും ചോദിച്ചു വാങ്ങുന്നതാണ്, അതാരും കൊണ്ടുവരുന്നതല്ല. മറ്റുള്ളവരെ മുറിവേൽപ്പിക്കാതിരിക്കാനും സ്വയം മുറിപ്പെടാതിരിക്കാനും ചില നേരങ്ങളിൽ മൗനമാണ് ഉചിതം. നിങ്ങളെ മനസ്സിലാക്കാൻ കഴിയാത്തവർക്ക് നിങ്ങളുടെ വേദന ഒരിക്കലും മനസ്സിലാക്കാൻ കഴിയില്ല. നമുക്ക് മനോഹരമായി തോന്നിയത് മറ്റുള്ളവർക്കും മനോഹരമായിരിക്കണം എന്നില്ല. നമ്മുടെയും അവരുടെയും കാഴ്ചകളും കാഴ്ചപ്പാടുകളും വ്യത്യസ്തമാണ്. ബന്ധം നിലനിർത്തണമെന്ന് ആഗ്രഹിക്കുന്നവർ 1000 തെറ്റുകളെയും ക്ഷമിക്കുന്നു. എന്നാൽ ബന്ധം ഒഴിവാക്കണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് ചെറിയൊരു തെറ്റുപോലും കാരണമാക്കി ഒഴിവാക്കി പോകുന്നു. നിങ്ങൾ ചെയ്യുന്നത് ശരിയാണെന്ന് നിങ്ങൾക്ക് അറിയാമെങ്കിൽ ആളുകൾ പറയുന്നതിനെക്കുറിച്ച് നിങ്ങൾ വിഷമിക്കേണ്ടതില്ല. നിന്നെക്കൊണ്ട് സാധിക്കില്ല എന്ന് മറ്റുള്ളവർ വാക്കാൽ പറയുന്ന കാര്യങ്ങൾ പ്രവൃത്തിയിൽ ചെയ്ത് കാണിച്ചു കൊടുക്കുന്നതാണ് ജീവിതത്തിലെ ഏറ്റവും വലിയ വിജയം. ജീവിതത്തിൽ ചെയ്ത നല്ലതൊന്നും വ്യർത്ഥമായി പോകുന്നില്ല. അത് തീർച്ചയായും ഒരു രൂപത്തിൽ അല്ലെങ്കിൽ മറ്റൊന്നിൽ തിരികെ വരും. നഷ്ടപ്പെട്ടതിന് ശേഷമായിരിക്കും സമയവും വ്യക്തിയും ബന്ധവും എത്രമാത്രം വിലപ്പെട്ടത് ആണെന്ന് ഒരാൾക്ക് മനസ്സിലാകുന്നത്. സ്നേഹം അഭിനയിക്കുന്നവർക്ക് ആത്മാർത്ഥതയുള്ളവരെ തിരിച്ചറിയാൻ കഴിയില്ല. ആത്മാർത്ഥത കാണിക്കുന്നവർക്ക് അഭിനയിക്കുന്നവരെ തിരിച്ചറിയാൻ കഴിയില്ല. അതാണ് ജീവിത യാഥാർത്ഥ്യം. പിന്നിലായി പോയി എന്ന് കരുതി ഒരിക്കലും നിരാശപ്പെടരുത്. ഏറ്റവും താഴ്ന്ന പടിയിൽ നിന്ന് പോലും മുകളിലേക്ക് മാർഗങ്ങളുണ്ടാകും. ആവശ്യമില്ലാത്ത ഒന്നിനെയും ഒരുപാട് സ്നേഹിക്കരുത്. കാരണം ഒരുപാട് സ്നേഹിക്കുമ്പോഴാണ് അവരെക്കുറിച്ച് ഒരുപാട് ചിന്തിക്കുന്നത്. ഒരുപാട് ചിന്തിക്കുമ്പോഴാണ് നമുക്കൊരുപാട് സങ്കടം തോന്നുന്നത്. ജീവിതത്തിലെ ഏറ്റവും വിഷമകരമായ ഘട്ടത്തിൽ അടിയറവ് പറയില്ലെന്ന് നിങ്ങൾ തീരുമാനിച്ചാൽ അതാണ് യഥാർത്ഥ ശക്തി. ഏറ്റവും വലിയ ധനം എന്താണെന്ന് വെച്ചാൽ അത് സമാധാനമാണ്. അത് ഇല്ലാത്തവർക്ക് ജീവിതത്തിൽ ഒരിക്കലും സന്തോഷിക്കാൻ കഴിയില്ല. എല്ലാ മൗനങ്ങളും വെറുപ്പ് കൊണ്ടല്ല, ചിലതൊക്കെ ഒന്നും പറയാൻ പറ്റാത്ത വേദന കൊണ്ടാണ്. കുന്നോളം സ്നേഹം ഉള്ളിലുണ്ടെന്ന് പ്രസംഗിക്കുന്നവരേക്കാൾ നല്ലത് കടുകോളം സ്നേഹം പ്രവൃത്തിയിൽ കാണിക്കുന്നവരെ വിശ്വസിക്കുന്നതാണ്. നല്ല നിമിഷങ്ങൾക്ക് വേണ്ടി കാത്തു നിൽക്കരുത്. പകരം നമുക്ക് ലഭിക്കുന്ന ഓരോ നിമിഷത്തേക്കും നല്ലതാക്കി മാറ്റണം. അവിടെയാണ് നമ്മുടെ വിജയം. മറ്റുള്ളവർ നിങ്ങളെ ഏത് രീതിയിൽ പരിഗണിക്കപ്പെടണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുവോ എങ്കിൽ അതുപോലെ നിങ്ങൾ മറ്റുള്ളവരോടും പെരുമാറുക. നല്ലത് മാത്രം ചിന്തിക്കുവാൻ ശീലിക്കുക. എന്നാൽ മനസ്സ് നന്നാകും. മനസ്സ് നന്നാൽ പ്രവൃത്തിയും, അങ്ങനെ വ്യക്തി നന്നാകും. വ്യക്തി നന്നായാൽ കുടുംബവും, കുടുംബം നന്നായാൽ സമൂഹവും നന്നാവും. എന്തൊക്കെ സങ്കടങ്ങൾ ഉള്ളിലുണ്ടെങ്കിലും അതൊക്കെ ആരെയും അറിയിക്കാതെ ചിരിച്ചുകൊണ്ട് നടക്കണം. നമ്മുടെ സങ്കടങ്ങൾ നമുക്ക് മാത്രം ഉള്ളതാണ്. സങ്കടങ്ങൾ നമ്മുടെ മനസ്സിൽ തുടങ്ങി നമ്മുടെ മനസ്സിൽ തന്നെ അവസാനിക്കണം. ജീവിതം 2 കാലുകളാണെന്ന് സങ്കല്പിക്കുക. മുന്നോട്ട് വെച്ച കാലിന് അഹങ്കാരമില്ല, പുറകിലുള്ള കാലിന് ലജ്ജയുമില്ല. കാരണം അവർക്കറിയാം അവരുടെ സ്ഥിതി വൈകാതെ മാറുമെന്ന്. ലക്ഷ്യം എത്ര അകലെയാണെങ്കിലും മാർഗം എത്ര കഠിനമാണെങ്കിലും വിധി നമുക്കായി കരുതി വെച്ചിട്ടുള്ളതാണെങ്കിൽ നാം അവിടെ എത്തിച്ചേരുക തന്നെ ചെയ്യും. ജീവിതത്തിൽ വിജയം നേടുന്നവരെല്ലാം പ്രത്യേക കഴിവുള്ളവർ ആയിരിക്കണമെന്നില്ല. പലപ്പോഴും ശരാശരി കഴിവുള്ളവരാകും വിജയികൾ. എന്നാൽ സ്ഥിരോത്സാഹവും ക്ഷമാശീലവും അവരെ ആത്യന്തിക വിജയത്തിലേക്ക് എത്തിക്കും. നമുക്കെല്ലാവർക്കും വലിയ കാര്യങ്ങൾ ചെയ്യാൻ കഴിയണമെന്നില്ല. പക്ഷേ ചെറിയ കാര്യങ്ങൾ വലിയ സ്നേഹത്തോടെ ചെയ്യാൻ കഴിയും. നിങ്ങൾ ആളുകളെ വിധിക്കുകയാണെങ്കിൽ അവരെ സ്നേഹിക്കാൻ നിങ്ങൾക്ക് സമയം ഉണ്ടായെന്ന് വരില്ല.
എരിഞ്ഞടങ്ങാനോ നിരാശയിൽ തല കുനിച്ചിരിക്കാനോ ഉള്ളതല്ല ജീവിതം. മറിച്ച് പ്രതീക്ഷയോടെ മുന്നേറുവാനുള്ളതാണ് ജീവിതം. നമ്മൾ ഒരു ബന്ധത്തെ വില കുറച്ച് കാണുകയോ അല്ലെങ്കിൽ അമിത പ്രാധാന്യം നൽകുകയോ ചെയ്യുമ്പോഴാണ് ബന്ധങ്ങളിൽ ഏറ്റവും കൂടുതൽ വിള്ളൽ വീഴുന്നത്. ഇഷ്ടമില്ലാത്ത ഒരാളോട് നിങ്ങൾ മാന്യമായി സഹകരിക്കുന്നതിൻ്റെ അർത്ഥം നിങ്ങളൊരു ബുദ്ധിശൂന്യൻ ആണെന്നല്ല, പകരം നിങ്ങൾക്ക് ആ വ്യക്തിയെ അച്ചടക്കത്തോടെ കൈകാര്യം ചെയ്യാനുള്ള പക്വത ഉണ്ടെന്നാണ്. തയ്യാറെടുപ്പിൻ്റെയും കഠിനാധ്വാനത്തിൻ്റെയും പരാജയങ്ങളിൽ നിന്ന് പാഠങ്ങൾ ഉൾക്കൊള്ളുന്നതിൻ്റെ ഫലമാണ് വിജയം. അതിന് പ്രത്യേകമായ നിഗൂഢ രഹസ്യങ്ങൾ ഒന്നുമില്ല. നമുക്ക് ബുദ്ധിമുട്ടുകൾ അനുഭവിക്കേണ്ടി വരുന്നത് ഉള്ളിൽ മറഞ്ഞിരിക്കുന്ന ശക്തി പുറത്തെടുക്കാനുള്ള മാർഗം ആണെന്ന് മനസ്സിലാക്കുക. ചില ബന്ധങ്ങൾ അതിരു കടന്നാൽ നമുക്ക് ഒരുപാട് വേദനകൾ സമ്മാനിക്കും. പക്ഷേ അതിനൊരിക്കലും അവരെ കുറ്റപ്പെടുത്തരുത്. കാരണം നമ്മൾ തന്നെയാണ് അതിനുള്ള അവസരം നൽകിയത്.